അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏഴാമത്തെ വിഭാഗം സ്വർഗ്ഗത്തിന്റെ തീരത്ത് അർശിന്റെ തണൽ കിട്ടുന്ന ഏഴാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുകയാ. വറജുലുൻ ദക്കറല്ലാഹ്. പൊന്നുമോളെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ, വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കേണ്ട പോയിന്റ്. ഒറ്റക്കിരുന്നുകൊണ്ട് ഏകാന്തമായി മൂകനായിരുന്നുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയാ, തമ്പുരാനെ കുറിച്ച് ഓർക്കുകയാ, അഖിലാണ്ടത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയാ. ചിന്തിച്ചു എന്ന് മാത്രമല്ല, ഫഫാദത് ഐനാ, അവന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയാ. പൊന്നുമോളെ ആരെക്കുറിച്ച് ഓർത്തിട്ടാ? കാമുകൻ ലൈൻ പൊട്ടിപ്പോയത് ഓർത്തിട്ടല്ല, കാമുകന് പിടുത്തം വിട്ടത് കൊണ്ടല്ല. എത്രയോ ഐസ്ക്രീം പാർലറിൽ ഞങ്ങൾ പോയിരുന്നിട്ടുണ്ട്, എത്രയോ ആരും കാണാതെ കൈകോർത്ത് നടന്നിട്ടുണ്ട്. സൗനിവാസമാകുന്ന അതേ ബൈക്കിന്റെ പുറകിലാരും കാണാതെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പോയല്ലോ അവൻ അടുത്ത തൊലിവെളുപ്പുള്ള പെണ്ണിനെ കണ്ടപ്പോ, അവനടുത്ത നല്ല ശാരീരിക കുലീനതയുള്ള ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവന് പോയല്ലോ, അവള് പോയല്ലോ. അതിനെ ഓർത്തുകൊണ്ട് കരയാൻ കണ്ണുനീരില്ലേ? നീ ഇഷ്ടപ്പെട്ട പെണ്ണ് കൈവിട്ടു പോകുമ്പോ മറ്റൊരു ചെറുപ്പക്കാരന്റെ സൗന്ദര്യവും മകാര സൗഷ്ഠവും കാണുമ്പോ അവള് മറ്റിലേക്ക് ചാഞ്ഞുപോയാൽ അന്ന് നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ രുചിയുണ്ടോ? അന്ന് കടന്നാൽ ഉറക്കം വരുവോ? നിന്റെ ഉമ്മ ചോദിക്കുക, എന്ത് പറ്റി പൊന്നുമോനെ, നീ ഭക്ഷണത്തിന്റെ മുമ്പിൽ എന്ത് ആലോചിച്ചായിരിക്കുന്നത്? ഒന്നുമില്ല ഉമ്മ എന്ന് മറച്ചു വെച്ചുകൊണ്ട് പോകുമ്പോൾ, നീ ഏതോ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, നീ ബെഡിൽ കിടന്നുകൊണ്ട് ആരും കാണാതെ കണ്ണുനീരൊഴുക്കുമ്പോൾ, നീ പട്ടിണി കിടക്കുമ്പോൾ, നീ ത്യാഗം ചെയ്യുമ്പോൾ, ജോലിയിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുമ്പോൾ, പഠനത്തിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുമ്പോൾ, അങ്ങനെ നിന്റെ ജീവിതത്തിന്റെ നില തന്നെ തെറ്റിപ്പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ദക്കറല്ലാഹ ഖാലിയാ, ആരും കാണാതെ നീ ഒറ്റക്കുള്ള സ്ഥലത്ത് പോയിട്ട് റബ്ബേ, അല്ലാഹുവേ എന്നെ ഇല്ലായ്മയിൽ നിന്നും പടച്ച റബ്ബേ, എന്നെ ഇല്ലായ്മയിൽ നിന്നും ഞാൻ ഒരു സമയത്ത് ഇല്ലാത്തവനായിരുന്നു, നീയാണ് എന്നെ ഉണ്മയിലേക്ക് കൊണ്ടുവന്നത് റബ്ബേ. പടച്ചവനെ, എന്റെ ശരീരത്തിൽ നടക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്ന റബ്ബേ, ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാ ഒരു ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നതെന്ന് സയൻസ് പറയുമ്പോൾ, പടച്ചവനെ ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങൾ നടത്തുന്ന എന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന റബ്ബേ, പടച്ചവനെ ഒരു ദിവസം 21,600 ചിന്തകൾ എന്റെ ഹൃദയത്തിലൂടെ മിന്നിമറയിക്കുന്ന റബ്ബേ, ഒരു ദിവസം 15,000 തവണ കണ്ണിന്റെ ഇമ വെട്ടിപ്പിക്കുന്ന റബ്ബേ, ഒരു ദിവസം 1,00,000 തവണ ഹൃദയം ഇങ്ങനെ ഇടിപ്പിക്കുന്ന റബ്ബേ. അല്ലാഹുവേ, ഞാൻ കഴിവില്ലാത്തവനാ റബ്ബേ, എന്റെ ഒരു നരമ്പൊന്ന് പടച്ചു പോയാൽ, അകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ് ഒന്ന് നിലച്ചു പോയാൽ ഞാൻ കടന്നു പോകില്ലേ റബ്ബേ? ഞാൻ പിന്നെ വെറും ജീവശവമാവൂല്ലേ റബ്ബേ? എന്റെ പേരിൽ എത്ര ലക്ഷമാ പൊട്ടാൻ പോകുന്ന റബ്ബേ? എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലാ, എന്റെ പരലോകത്തിൽ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. കത്തിക്കാളുന്ന ഭയാനകരമായ ഭീകരമായ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ കൊടും ചൂടിൽ നിന്ന് ആ കൊടും ചൂടിൽ നിന്ന് പടച്ചവനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ഏകനായ റബ്ബിനെ കുറിച്ചിരുന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരലോക സംബന്ധമായ